ഹെൽത്ത് ഇൻസ്പെക്ടർ മറൈൻ ബിന്ദു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PG ശ്രീനിവാസൻ, സുഭാഷ് AC, രാജീവ് SR എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. i4U ന്യൂസ്, ഏറ്റുമാനൂർ. KM മാണി ബൈപ്പാസിൽ അപകടങ്ങൾ നിത്യസംഭവമാകുന്നു. കേറ്ററിംഗ് സ്ഥാപനത്തിന്റെ വാൻ മറിഞ്ഞ് പരിക്കേറ്റ രാമപുരം സ്വദേശി അർജുൻ മുരളിയെ ചേർപ്പൊങ്കൽ മാർസ്ലീവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 7:30 പാലാ കാർമൽ സ്കൂളിന് സമീപത്തായിരുന്നു അപകടം. അധികാരികളുടെ ഭാഗത്തു നിന്നും അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് KTUCB സംസ്ഥാന പ്രസിഡന്റ് മനോജ് മഞ്ചേരിൽ ആവശ്യപ്പെട്ടു. പാലാ KM മാണി ബൈപ്പാസിൽ ലാലം പുത്തൻപള്ളിക്കും RV ജംഗ്ഷനും ഇടയിലുള്ള ഇറക്കത്തിൽ അപകടങ്ങൾ പതിവാകുന്നു. ഈ റോഡിൽ സ്കൂൾ കുട്ടികളടക്കം നിരവധി യാത്രക്കാർ നിത്യേന സഞ്ചരിക്കുന്നുണ്ട്. ചെറുതും വലുതുമായ അപകടങ്ങളുണ്ടായിട്ടും അധികൃതർ മൗനം പാലിക്കുകയാണ്. റോഡ് ടാറിങ്ങിലെ അപാകത ഒരു പരിധിവരെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. രാവിലെ കേറ്ററിംഗ് സ്ഥാപനത്തിന്റെ വാൻ മറിഞ്ഞ് അപകടം സംഭവിച്ചു. വാഹനത്തിലുണ്ടായിരുന്ന പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ രാമപുരം സ്വദേശി അർജുൻ മുരളിയെ ചേർപ്പൊങ്കൽ മാർസ്ലീവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. പാലാ കാർമൽ സ്കൂളിന് സമീപമായിരുന്നു അപകടം. അധികാരികളുടെ ഭാഗത്തു നിന്നും അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണമെന്ന് KTUCB സംസ്ഥാന പ്രസിഡന്റ് മനോജ് മാഞ്ചേരിൽ പറഞ്ഞു. ഇവിടെ ഈ റോഡിൽ ഇന്ന് രാവിലെ ഇവിടെ ഒരു സർക്കാർ ഒരു കേറ്ററിംഗ് സ്ഥാപനത്തിൻ്റെ വണ്ടി മറിഞ്ഞു. ഇവിടെ ഇത് സ്ഥിരമായ ഒരു അപകടങ്ങൾ തുടർക്കഥയാകുകയാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ ബൈക്ക് ആക്സിഡൻ്റ് ആയി, അതിനു മുമ്പ് ജീപ്പ് മറിഞ്ഞു. ഞങ്ങളിവിടെ ഈ ഇരിക്കുന്ന വ്യാപാരികൾ ഇത് കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആളുകൾ, 2 സ്കൂളുണ്ട്, 2 പള്ളിയുണ്ട്. ഇതെല്ലാം ഈ റോഡിൻ്റെ ഇരു സൈഡിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇതിലെ അമിതമായ വേഗതയിലാണ് ഈ ഇറങ്ങിയ വാഹനങ്ങൾ വരുന്നത്. ആ വേഗത നിയന്ത്രിക്കുന്നതിനും ഉള്ള ഒരു സംവിധാനം ഉടനടി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതുണ്ടാകാത്ത പക്ഷം ഞാൻ കേരള കോൺഗ്രസ് ബിയുടെ തൊഴിലാളി യൂണിയൻ KTUCയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഞാൻ ഇതിനകത്ത് കൃത്യമായ ഞങ്ങൾ ഇന്ന് രാവിലെ കൂടിയ കമ്മിറ്റിയിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതിന് എന്തെങ്കിലും വണ്ടികളുടെ വേഗത കുറയുന്നതിനുള്ള ഒരു നടപടി സർക്കാർ അല്ലെങ്കിൽ ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് PWDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ അതിന് വേണ്ട പരാതികൾ മിനിസ്റ്റർ അടക്കമുള്ള ആളുകൾക്ക് പരാതികൾ കൊടുക്കാനായിട്ട് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഉടനെ തന്നെ ചെയ്യും. അത് കൃത്യമായി ഞങ്ങൾ അധികാരികളെ അറിയിക്കുവാണ്. എത്രയും പെട്ടെന്ന് ഒരാളിനി മരണപ്പെടുന്നതിന് മുമ്പ് ഒരുപാട് പേർക്ക് ഇവിടെ ആക്സിഡൻ്റായി, കാലിന് പരിക്ക്, കൈക്ക് പരിക്ക്, കാലൊടിഞ്ഞത്, കൈ ഒടിഞ്ഞത്, അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, ഇനി ഒരു മരണം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വേഗത നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സംവിധാനം കൃത്യമായി ഉണ്ടാവണം. ഉണ്ടാകാത്ത പക്ഷം ഞങ്ങൾ സമര പരിപാടികളും എല്ലാം ആയിട്ട് ഞങ്ങൾ ഇറങ്ങും. അത് ഞങ്ങൾ കൃത്യമായി അധികൃതരെ അറിയിക്കുകയാണ്. KTUCBയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെ ഞാനത് അധികൃതരെ അറിയിക്കുകയാണ്. 2 സ്കൂളുകളും 2 പള്ളിയും ഈ റോഡിന് ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ രാവിലെയും വൈകുന്നേരവും നിരവധി സ്കൂൾ ബസ്സുകൾ പോകുന്ന വഴിയാണിത്. സ്വകാര്യ ആശുപത്രിയിലേക്കും പാലാ താലൂക്ക് ആശുപത്രിയിലേക്കും ആളുകൾ പോകുന്ന ഈ റോഡിൽ യാത്രക്കാരുടെ സുരക്ഷിതത്വം എത്രയും വേഗം ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടുത്തെ ഈ സ്ഥിതി കാണിച്ചുകൊണ്ട് PWD മിനിസ്റ്റർ അടക്കമുള്ളവർക്ക് പരാതി കൊടുക്കുമെന്നും KTUCB തീരുമാനിച്ചിട്ടുണ്ടെന്നും മനോജ് മാഞ്ചേരി അറിയിച്ചു. i4U ന്യൂസ്, പാലാ.